സാർ, കേരളം സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു അപകട ഭീഷണിയിലാണെന്ന് പറയാം. എല്ലാ വശത്തു നിന്നും നോക്കുമ്പോഴും ഒരു വശത്ത് ആകാശത്തു നിന്ന് മേഘവിസ്ഫോടനം അടക്കം വരുന്നു, കനത്ത മഴ വരുന്നു, നമ്മൾ ഇനി അടുത്ത നദികളിലടുത്ത പ്രളയ സാധ്യത മുന്നറിയിപ്പ് വരുന്നു, റോഡുകളിൽ ഇറങ്ങിയാൽ റോഡ് മണ്ണിടിച്ചിൽ വരുന്നു. അങ്ങനെ പല രീതിയിലും കേരളം ഒരു എന്താ പറയാനാണ് അപകടത്തിന് നടുവിൽ നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും മഴ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഭീതി നിറയ്ക്കുന്നത്. മഴയുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. നമ്മൾ ഈ ഒരു അപകട ഭീഷണി തരണം ചെയ്യാൻ എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റും? നമുക്ക് ആദ്യം നമ്മുടെ ഭൂമിയെക്കുറിച്ച് ഒരു അറിവ് വേണം. കേരളം എങ്ങനെ ഉണ്ടായി? കേരളം പരശുരാമൻ മഴ പറഞ്ഞുണ്ടായി എന്ന് പറയുന്നെങ്കിലും ചരിത്രകാരന്മാരും ഭൂമിശാസ്ത്ര വിദഗ്ധരും ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട്: ഇത് കടലിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ഭൂമിയാണ്. ചേർ അളമാണ്. ചേർ അടിഞ്ഞ് കടലിലെ ചേറും എക്കലും മണലും ഒക്കെ അടിഞ്ഞുണ്ടായ ഒരു ഭൂമിയാണ് ചേരളം. അതാണ് പിന്നെ കേരളം ആയത്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. പ്രകൃതിയുടെ അതിലോലമായ ഒരു ഭാഗമാണ് കേരളം. മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല. കിഴക്ക് ഭാഗത്ത് വെസ്റ്റേൺ ഗാട്ട്സ് പൂർണ്ണമായും നമ്മളെ കവർ ചെയ്ത് മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് കവർ ചെയ്ത് നിൽക്കുകയാണ്. ഇതിൽ പാലക്കാട് ഒരു ചുരം മാത്രമേ ഉള്ളൂ, അല്പം ഒന്ന് മുറിഞ്ഞു പോകുന്നു. ബാക്കി മുഴുവൻ കോട്ട പോലെ നമ്മുടെ ഒരതിര് മലയായിട്ട് നിൽക്കുകയാണ്. അവിടുത്തെ സമുദ്രതലത്തിൽ നിന്ന് നമ്മുടെ അവിടുത്തെ ഏറ്റവും കൂടിയ ആവറേജ് ഉയരം എന്ന് പറയുന്നത്, ഏറ്റവും കൂടിയതല്ല, ആവറേജ് ഉയരം എന്ന് പറയുന്നത് 75 മീറ്ററൊക്കെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് രണ്ടാമത് വരുന്ന ഇടനാട്, അവിടെയാണ് കൂടുതൽ നിരപ്പുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇട പ്രദേശമെന്ന് പറയുന്നത്. നമ്മുടെ വയലുകളൊക്കെ അധികം ആ പ്രദേശത്താണ്. അപ്പോൾ അവിടെ 7.5 മീറ്റേഴ്സാണ് ആവറേജ് ഉയർച്ച. അത് കടലിൽ നിന്ന് 7.5 മീറ്ററേ ഉയരമുള്ളൂ. ബാക്കി വരുന്ന തീരദേശം എന്ന് പറയുന്ന ഒരു വലിയ ഏരിയയാണ്. ആ ഏരിയ 7 മീറ്റർ വരെ താഴെയാണ്. വളരെ അപകടകരമായ സ്ഥലമാണ്. അതിൽ ആലപ്പുഴ ബിലോ സീ ലെവലാണ്. അതായത് കടലിലെ തിരമാലകൾക്കും അല്ലെങ്കിൽ തിരമാലകൾക്കല്ല, സാധാരണ ജലത്തിനും താഴെയാണ് ആലപ്പുഴ നിൽക്കുന്നത്. അപ്പോൾ തീരദേശം എന്ന് പറയുന്നത് ഒട്ടും സേഫ് അല്ലാത്തൊരു സ്ഥലമാണ്. ഒരു 3 മീറ്റർ വരെ ഉയർന്നാൽ അത് പിന്നെ സുനാമിയൊക്കെ വരുമ്പം ഇതിലും കൂടുതൽ വരാനുള്ള ചാൻസുകളുണ്ട്. സാധാരണഗതിയിൽ 1 മീറ്റർ ഉയർന്നാൽ പോലും നമുക്ക് വലിയ അപകടം ഉണ്ടാക്കുന്ന പല സ്ഥലങ്ങളുമുണ്ട്. നമ്മുടെ ചെല്ലാനത്തൊക്കെ ഉണ്ടാകുന്ന സംഭവങ്ങൾ, ആലപ്പുഴയുടെ തീരങ്ങളിൽ പലയിടത്തും, കൊച്ചിയിലൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കണ്ടില്ലേ? അതായത് കരയിൽ നിന്ന് ശക്തമായ വെള്ളം അങ്ങോട്ട് ഒഴുകുകയും കടൽക്കാറ്റ് ഭയങ്കരമായിട്ട് വരികയും ഒക്കെ ചെയ്യുമ്പോൾ ഈ കടൽക്കാറ്റ് ഇങ്ങനെ അനുസ്യൂതം തുറന്നു പോകാൻ സ്ഥലമില്ല. ഇവിടെ നമ്മുടെ വെസ്റ്റേൺ ഗാട്ട്സിൽ പോയി ഇടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ വരുന്ന ഫോഴ്സിൽ അവിടെ ഒരു സ്റ്റോപ്പും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല വിധത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു ക്ലൈമറ്റ് രീതി നമുക്കുണ്ട്. ഭൂമിശാസ്ത്രപരമായിട്ട് നമ്മൾ കടലിനോട് വളരെ അടുത്ത് കിടക്കുകയാണ്. കടൽ വെള്ളമാണെങ്കിൽ എല്ലാ വർഷവും ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ സെൻറ്റിമീറ്ററുകളാണെങ്കിൽ പോലും ആ ഉയർച്ച കുറേശ്ശെയായിട്ട് കൂടി വരുമ്പോൾ അതും പ്രശ്നമാണ്. 2040 ആകുമ്പം കടൽ ചിലപ്പം വളരെയധികം ഇങ്ങോട്ട് അകത്തോട്ട് കയറാമെന്നാണ് പല ഭൗമശാസ്ത്ര വിദഗ്ധരും പറയുന്നത്. കാരണം 2 പോളാറിലെയും മഞ്ഞുരുകയാണ്. ആ മഞ്ഞുരുകി വെള്ളം കടലിലേക്ക് വന്നിട്ട് ആ കടലിലെ വെള്ളം നമ്മൾ ജലനിരപ്പ് എല്ലായിടത്തും ഉയർത്തും. നമുക്ക് കൂടുതൽ ഭീഷണിയാണ്. കാരണം നമ്മളെന്തുകൊണ്ടാണ് ഭീഷണി എന്ന് പറയുന്നത്? നമ്മൾ കടലിൽ നിന്ന് ഉയർന്നു വന്ന ഭൂമിയാണ്. ചേറളമാണ് കേരളം, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭീഷണി വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ ഉള്ള പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. നമ്മുടെ മലനിരകളെ ശക്തമാക്കി നിർത്തി അത് ഇടിഞ്ഞു പോകാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഉരുൾപൊട്ടൽ പോലുള്ളത് ഉണ്ടാകുന്നത്, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ, അനധികൃതമായി അമിതമായി പാറ പൊട്ടിക്കുന്നതും മലയ്ക്ക് ഷേക്ക് ഉണ്ടാക്കുന്നതും ഒക്കെ നമുക്കൊരു പ്രശ്നമാണ്. അതിന് പുറമെ അതിശക്തമായ ഇപ്പോഴത്തെ ഈ അതിവൃഷ്ടി, അതും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അതൊക്കെ ക്ലൈമറ്റിൻ്റെ ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പക്ഷേ അതും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഇതോടൊപ്പം നമ്മുടെ പല നദികളുടെയും കൈവഴികളില്ലാതായതോടുകൂടി നദിയിൽ നിന്നും 44 നദിയിൽ നിന്നും കറക്റ്റായിട്ട് വെള്ളം കടലിലേക്ക് പോകുന്ന അവസ്ഥയുണ്ട്. നമ്മുടെ കുറച്ച് ജില്ലകൾ മാത്രമേ, വയനാട്, പത്തനംതിട്ട, കോട്ടയം, ഇങ്ങനെ കുറച്ച് ജില്ലകൾ മാത്രമേ ഈ സമുദ്രവുമായി ബന്ധപ്പെടാത്തുള്ളൂ. ബാക്കി പ്രദേശങ്ങൾ മുഖ്യതും സമുദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്, അല്ലേ? അപ്പോൾ അതും നമുക്കൊരു പ്രതിസന്ധിയാണ്.
നമ്മളിപ്പോൾ ഒരു വലിയ മഴ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് നമ്മുടെ ഡാമുകൾ തന്നെയാണ് പേടിക്കേണ്ട ഒരു അവസ്ഥ. നമ്മളിപ്പോൾ കൃത്യമായി വെള്ളം പോകുന്ന ഒരു വഴി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാം. അപ്പം പല ഗതിയും മാറി പോകുന്നുണ്ട് വെള്ളം. ആ രീതിയിലേക്കാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇപ്പം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ വരുമ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ പോക്കിനൊക്കെ തടങ്ങിയൊക്കെയാണ് നമ്മൾ നിർമ്മാണങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെ. അപ്പം നമ്മളെ ഏറ്റവും വലിയ ഭീഷണി കഴിഞ്ഞ ദിവസവും കണ്ടായിരുന്നു, പല ഡാമുകളും അതീവ ഗുരുതര ഭീഷണിയിലാണ് നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. നമുക്ക് ഇതുവരെ ഒരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ അതിന് സാധിച്ചില്ല. മറ്റ് നമ്മൾ വികസനം എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. നമ്മുടെ ജീവൻ നിലനിർത്തിയിട്ടല്ലേ വികസനങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതുള്ളൂ. ഇതിന് അതും ഒരു പ്രശ്നമാണ്. കാരണം പണ്ട് കാലത്ത് നിർമ്മിച്ച ഡാമുകളൊക്കെ വളരെ ശക്തമായ ഡാമുകളാണ്. പണ്ട് ഇത്ര അഴിമതിയൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഡാമുകൾക്കൊക്കെ ബലമുണ്ട്. പക്ഷേ ഡാമുകൾ എവിടെയാണ് കൊണ്ട് ചേർത്തിരിക്കുന്നത്? രണ്ട് മലകൾക്കിടയിലാണ് അല്ലേ? കുറവൻ കുറത്തി മലകൾക്കിടയിലാണ് നമ്മൾ പിന്നെ ഇടുക്കിയിലെ ഡാം കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുന്നത് അല്ലേ? അതുപോലെ ഓരോ മലകൾക്ക് ഇടയിലാണ് ഈ ഡാം കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മലകൾക്ക് വിള്ളലുണ്ടായാൽ, മലകളിൽ മണ്ണൊലിപ്പുണ്ടായാൽ, അല്ലെങ്കിൽ ഉരുൾപൊട്ടലുണ്ടായാൽ അതിൻ്റെ ഫലമായി ഡാമുകൾക്കും പല പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അതും നമുക്ക് വളരെ ഗൗരവപൂർവ്വം കാണേണ്ടതാണ്. അപ്പം മലകളെ നമ്മൾ നിർദ്ദയം മർദ്ദിക്കരുത്. നമ്മുടെ ഓരോ പ്രഷറും JCB വെച്ചുള്ള പ്രഷറായാലും വെടിമരുന്ന് വെച്ച് നമ്മൾ പാറ പൊട്ടിക്കാനായിട്ട് ഉണ്ടാക്കുന്ന പ്രഷറായാലും ഇതെല്ലാം അമിതമായാൽ, അതുപോലെ തുരങ്കങ്ങൾ നിർമ്മിക്കുക. ഇപ്പോൾ നമ്മൾ വയനാട് തുരങ്കം നിർമ്മിക്കാൻ പോവുകയാണ്. അതിൻ്റെ മൈസൂരിലേക്ക് പോകാൻ എളുപ്പമുള്ള വഴിയാണ്. പക്ഷേ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും നമ്മൾ പിന്നെ ശരിയായൊരു സ്റ്റഡി നടത്തിയിട്ട് നമുക്കതിനകത്ത് വളരെ യോഗ്യമാണെങ്കിൽ മാത്രമേ തിരഞ്ഞെടുക്കാവൂ. കാരണം അതിലോലമാണ്, ഗാഡ്ഗിൽ പറഞ്ഞ പോലെ അതിലോല പ്രദേശമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ ഒരു സെൻട്രൽ ഏരിയയിൽ നിൽക്കുന്ന ഭൂമിയല്ല നമ്മുടേത്. അതിലോലമായൊരു പ്രദേശമാണ്. കടലിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ഭൂമി, കടലിലേക്ക് എപ്പോൾ വേണമെങ്കിലും താഴ്ന്നു പോകാവുന്ന ഒരു ഭൂമിയാണ് നമ്മുടേതെന്ന് ഈ നാട്ടിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും അറിഞ്ഞിരിക്കണം. ഭൂമിയിൽ പ്രഷർ നമ്മൾ കൊടുക്കുമ്പോൾ, മലയ്ക്ക് പ്രഷർ കൊടുക്കുമ്പോൾ, നമ്മുടെ നദികളിൽ നമ്മൾ കൈവഴികളൊക്കെ അടയ്ക്കുമ്പോൾ, തോടുകൾ അടയ്ക്കുമ്പോൾ ഒക്കെ നമ്മൾ പഠിക്കേണ്ട പാഠം അതുതന്നെയാണ്. നമ്മൾ ഈ ഒരു സമയത്താണ് ആ ഒരു വിവാദം ഒരു വിവാദമാണ് കേരളിൻ്റെ കാര്യം. പല കുന്നുകളും മലകളും ഇടിച്ചു നിരത്തി അത് വയ്ക്കേണ്ട ഒരു അവസ്ഥ വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും പൂർണ്ണമായിട്ടും സർക്കാർ അതിനെ വിട്ട് കളഞ്ഞിട്ടില്ല എന്ന രീതിയാണ് പറയുന്നത്. ഇപ്പോഴും കേരളയിൽ വരുമെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും പഠിക്കാതെയാണോ ഇതിനെ കൃത്യമായിട്ട് ഇതിനകത്ത് ഇടപെടുന്നതെന്ന് തോന്നുന്നുണ്ട്. പഠിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. പഠിക്കുന്നുണ്ട്. പഠനത്തിൻ്റെ റിപ്പോർട്ടുകൾ പലപ്പോഴും പുസ്തകങ്ങളിൽ ഒതുങ്ങുന്നു, ഫയലുകളിൽ ഒതുങ്ങുന്നു, അല്ലെങ്കിൽ പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ഒതുങ്ങുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ നമ്മുടെ നാഷണൽ ഹൈവേ തന്നെ, നാഷണൽ ഹൈവേയുടെ ഉദ്ദേശിച്ച രീതിയിലല്ല ഇപ്പോൾ ചെയ്തതെന്നല്ലേ നമ്മൾ വ്യക്തമാകുന്നത്. ഏത് വിധത്തിലുള്ള ബണ്ടുകളാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ ആ ബണ്ടുകളല്ല വെച്ചത്. എളുപ്പത്തിന് വേണ്ടി കല്ലടിക്കുക ബണ്ടുകൾ പലയിടത്തും വെച്ചിരിക്കുന്നു. ആ ബണ്ടുകൾ വെക്കുന്നതിന്, അല്ലെങ്കിൽ ആ ബണ്ടല്ല ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സൈഡ് വാൾ, ആ സൈഡ് വാളുകൾ വെക്കേണ്ട രീതിയിലല്ല വെച്ചിരിക്കുന്നതെന്ന് ഇപ്പം പറയുന്നു. അപ്പോൾ അതിന് ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയിൽ പോയും സത്യവാങ്മൂലം കൊടുത്തിരിക്കുക. ഞങ്ങൾക്ക് ചില അപാകതകൾ പറ്റിയത് കറക്റ്റ് ചെയ്യുന്നു. ആ അപാകത എങ്ങനെ വന്നു? ഉദ്യോഗസ്ഥർ തനിയെ വരുത്തിയോ? അതിൽ രാഷ്ട്രീയ ലോബിയുടെ പ്രഷർ ഉണ്ടായിരുന്നോ? അതിൽ കോൺട്രാക്ടറിൽ നിന്ന് പണം വാങ്ങിക്കാൻ വേണ്ടി ചില വിട്ടുവീഴ്ചകൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ സ്റ്റഡി നടത്തിയ രീതിയിൽ അതിന് പറ്റിയ സ്ട്രക്ചറല്ലേ അവിടെ കൊണ്ട് വെച്ചത്. അവിടെ തുരങ്കം ഉണ്ടാക്കണമെങ്കിൽ ആ തുരങ്കം ഉണ്ടാക്കാതെ വിട്ടിട്ടുണ്ടോ? വെള്ളത്തിൻ്റെ സുഗമമായ ഒഴുക്ക് തടഞ്ഞിട്ടുണ്ടോ? ഇത് ഇനിയും പുനഃപരിശോധിക്കണം. ഇത് ആര് പരിശോധിക്കും? ഇത് വേറൊരു കമ്മിറ്റി വന്ന് ഒരു വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, അത് അന്നത്തെ അതിവൃഷ്ടി കൊണ്ടാണെന്നും പറഞ്ഞ് ഈ ചാപ്റ്ററും കളയും. ജനങ്ങൾ അത് പത്രത്തിൽ വായിച്ചിട്ട് അതും കളയും. പിന്നെ കോടതിയിൽ വേറെ എന്തെങ്കിലും റിപ്പോർട്ടും കൊടുക്കും. ഇതൊക്കെയല്ലേ പലപ്പോഴും സംഭവിക്കുന്നത്. ഇപ്പം നമ്മുടെ ഭൂമി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല, മറ്റ് സംസ്ഥാനങ്ങളിലെ ഭൂമി പോലല്ല. നമ്മുടെ ഭൂമി അതിലോലമാണ്. ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആ മല മാത്രമേ പണ്ടുണ്ടായിരുന്നുള്ളൂ. അതായത് നമ്മുടെ സഹ്യപർവ്വതം മാത്രമേ ഒരിക്കലും ഉണ്ടാവാൻ വഴിയുള്ളൂ. പിന്നീടുള്ളത് ചേറളമാണ്. ഇങ്ങനെ തിരമാലകൾ വന്ന് അടിഞ്ഞടിഞ്ഞ് ചേറും മണ്ണും അടിഞ്ഞടിഞ്ഞ് ഇടനാടുണ്ടായി, പിന്നെ തീരദേശം ഉണ്ടായി. ഇത് കടലൊരിക്കൽ എടുത്തുകൊണ്ട് പോകാനും എളുപ്പമാണ്. മറ്റ് പ്രദേശങ്ങളെപ്പോലെ അല്ല. ഒരുപക്ഷെ പർവ്വത നിരകൾ മാത്രം നിൽക്കുകയും ബാക്കി നമ്മളെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഭൂമിയുടെ സ്ട്രക്ചർ നമ്മൾ മാറ്റുമ്പോൾ, ഇടനാട് ഇങ്ങനെ മണ്ണടിച്ചടിച്ച് നമുക്ക് വന്നിരിക്കുന്ന ആ ഇടനാടിൻ്റെ ഭൂമിയിലെ സ്ട്രക്ചർ മാറ്റുമ്പോൾ നമ്മൾ വളരെ ആലോചിക്കണം. അത് നമ്മൾ എങ്ങനെയും തുറന്ന് ഏത് വഴിയും നമുക്ക് ട്രെയിൻ ഓടിക്കാം, റോഡ് ഉണ്ടാക്കാം എന്നൊക്കെ പറയുമ്പം, റോഡ് ഉണ്ടാക്കരുതെന്നോ ട്രെയിൻ പാടില്ലെന്നോ അല്ല പറയുന്നത്. അതിനൊക്കെ വേറെ ശാസ്ത്രീയ മാർഗങ്ങളുണ്ട്.
വളരെ ഉയരത്തിൽ പില്ലേഴ്സ് അടിച്ചുകൊണ്ട് നമ്മൾ ചൈനയിലും ജപ്പാനിലും കണ്ടിട്ടില്ലേ? ചൈനയിലൊക്കെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മോളിൽ കയറണം. നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തല്ല റെയിൽവേ സ്റ്റേഷൻ ഇരിക്കുന്നത്, അല്ല. ട്രെയിൻ പോകുന്നത് വളരെ പൊക്കത്തിൽ കൂടെയാണ്. അവിടുന്ന് താഴെ ഒരു ലെവൽ ഇറങ്ങി, രണ്ടാമത്തെ ലെവൽ ഇറങ്ങി, മൂന്നാമത്തെ ലെവലിലൊക്കെ ഇറങ്ങിയിട്ടാണ് നമ്മൾ റോഡിലെത്തുന്നത്. ഇവിടെ നമ്മൾ റോഡ് അരികിലല്ലേ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഇരിക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെയല്ല പലയിടത്തും. അതൊക്കെ വളരെ ശാസ്ത്രീയമായിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. കാരണം ഭൂമിക്ക് അധികം പ്രഷർ കൊടുക്കാതെ, ഭൂമിയിൽ അധികം ലാൻഡിങ് വരുത്താതെ ആകാശത്തുകൂടെ ഇങ്ങനെ പറക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിന് പ്രത്യേക രീതികളാണ് അവർ. നമ്മൾ കൊച്ചിയിലെ മെട്രോയൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ പ്രത്യേകമായ രീതിയിലാണ് അങ്ങനെ അവർ പണിതിരിക്കുന്നത്. അപ്പോൾ പണിയാനുള്ള എളുപ്പത്തിന്, വേഗത്തിൽ പണി തീർക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും ഈ മെത്തേഡുകൾ, അതായത് വലിയ പില്ലറുകൾ അടിച്ച് ആകാശത്തിന് അത്രയും പൊക്കത്തിൽ വെച്ചിട്ട് അതിലേ കൂടെ ട്രെയിൻ പോകുന്നതും ബസ് പോകുന്നതും ഒക്കെ മാറ്റിയിട്ട് നമ്മൾ ഭൂമി മുഴുവൻ ഒരു വലിയ വൻമതിലിനാൽ കവർ ചെയ്തുകൊണ്ട്, നമ്മുടെ 600 കിലോമീറ്റർ ദൂരം ഇങ്ങനെ വൻമതിലിനാൽ കവർ ചെയ്തുകൊണ്ട് നമ്മൾ അതിൻ്റെ പുറത്തൂടെ പോകുമ്പം ഒരു കാലാവസ്ഥ, ഒരു വർഷം കഴിയുമ്പോൾ അടുത്ത ഉണ്ടാകുന്ന മഴയോ കാറ്റോ ഇതിനെ അതിൻ്റെ സഞ്ചാരഗതിയെ ബാധിക്കുമ്പോൾ അത് ഇടിച്ച് നിരത്തും. അങ്ങനെ നമുക്ക് ഇനിയും വിള്ളലുകൾ പലയിടത്തും ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ഇരിക്കുന്നത്, പ്രോജക്റ്റ് റിപ്പോർട്ട് കഴിഞ്ഞ് ഫലത്തിൽ നടപ്പിലാക്കുമ്പോൾ കൂടെ വരണം. വന്നില്ലെങ്കിൽ നമുക്ക് അതിഗുരുതരമായ പ്രതിസന്ധികൾ ഉണ്ടാവും. ഇത് എല്ലാവരും നിരീക്ഷിക്കേണ്ടത്. ഇപ്പം നാട്ടുകാർ കരയുന്നുണ്ട്, നാട്ടുകാർ പലരും പറയുന്നുണ്ട്. നമ്മുടെ മലപ്പുറത്ത് നമ്മൾ കണ്ടതല്ലേ, അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ പറഞ്ഞു, ഇതിലെ വെള്ളം പോകാനുള്ള സൗകര്യം ഇട്ടില്ലെങ്കിൽ പ്രശ്നമാവും, ചെളി വന്നടിയും, വയലിന് അവിടെ കൂടെ ജലം പോകുന്നതിന് സൗകര്യം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു. അത് തടഞ്ഞു വെച്ചുകൊണ്ട് എന്ത് പറ്റി? മഴ വന്നപ്പം എല്ലാവരുടെയും വീട്ടിനകത്ത് ചെളി കയറി, വെള്ളം കയറി, പെരുമ്പാമ്പൂര കയറി, അല്ലേ? ഇതാണ് നമ്മൾ പ്രോജക്റ്റ് റിപ്പോർട്ടും നമ്മുടെ ശാസ്ത്രീയ പഠനവും നമ്മൾ ഇംപ്ലിമെൻറ്റേഷനിലും കാണിക്കണം. അത് നടപ്പിലാക്കുമ്പോഴും തീർച്ചയായിട്ടും ഉണ്ടാവണം. അതല്ലെങ്കിൽ ഭവിഷ്യത്തുകൾ വളരെ നമുക്ക് ദുരന്തമായിട്ട് വരുന്ന ഭവിഷ്യത്തുകളാവും ഉണ്ടാവുക.